Ooh.
അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് നീരിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശുക്രിസ്തുവിനെ നല്ല പടയാളി പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. മാർക്കുമോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വചനമായ നമ്മുടെ ലോകത്തിൽ ജീവനെ രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ദിവസങ്ങളിൽ പ്രകാരം സംഭവിച്ചു. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചതിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ടതിനെ വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർ ഭക്ഷിക്കാൻ സ്വർഗ്ഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് അപ്പം തന്നത്, എന്റെ പിതാവാണ് സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. No, 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 no,
വളരെ പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, ഈശോയെ സ്നേഹിക്കാനായിട്ട്, ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി എത്തിയിരിക്കുന്ന ഈ കുഞ്ഞുമോനെ തോളിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിമിഷത്തിൽ ഈശോയെ ഇന്ന് സ്വീകരിക്കുമ്പോൾ തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് ഇന്നത്തെ സ്വീകരണത്തിലൂടെ സ്വീകരിക്കുന്നത്. പ്രത്യേകമായിട്ട് നമ്മുടെ തമ്പുരാൻ അറിയപ്പെടുന്നത് ഇമ്മാനുവേൽ എന്നാണ്. എന്താണ് ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുമോ? കൂടെ വസിക്കുന്നവൻ. അപ്പോൾ നമ്മുടെ തമ്പുരാൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കൂടെ വസിക്കുന്നവൻ. അത് ബൈബിളിലുടനീളം പഴയ നിയമം മുതൽ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് കാണുകയാണെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം അവസാനം വരെ ഈശോയിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈശോ എന്നും കൂടെ വസിക്കുന്നവനായിട്ട്, എപ്പോഴും കൂടെ നടക്കുന്നവനായിട്ട് നമ്മൾ കാണുന്നത്. പ്രത്യേകമായിട്ട് ഇന്നത്തെ ഉയർന്ന കാലത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ വേറൊരു വസ്തുത നമ്മൾ കാണുന്നത് എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കുറിച്ച് നമ്മൾ വായിക്കും ഈ ദിവസങ്ങളിൽ. അപ്പോൾ അതിൽ വായനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെ കൂടെ നടന്നു. അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നിമിഷം ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ അവർക്ക് വെളിപ്പെടുകയാണ്. അതുകൊണ്ടാണ് എമ്മാവൂസിലെ അവസാന വായനയിൽ നമ്മൾ കാണുന്നത് അപ്പത്തിൻ്റെ രൂപം ഏത് നിമിഷമാണ് അപ്പം തമ്പുരാൻ മുറിക്കുന്നത്, ആ നിമിഷം അപ്പം ഈശോ അപ്രത്യക്ഷപ്പെട്ടെന്നാണല്ലോ വായിക്കുന്നത്. അപ്പൊ അടുത്ത നിമിഷം മുതൽ ഈശോയെ നമ്മൾ കാണുന്നത് അപ്പത്തിന്റെ രൂപത്തിലാണ്. ക്രിസ്ത്യാനോ ഇന്ന് മോൻ സ്വീകരിക്കുന്നത് ഈ ഈശോയെയാണ്. നമ്മൾ സ്വീകരിക്കുന്ന മാണിക്യത്തെയാണ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നിന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് നീ സ്വീകരിക്കുന്നത്. കൂടെ വസിക്കുന്നത് തമ്പുരാൻ ഇന്ന് മുതലല്ല നീ മാമോദിസ സ്വീകരിച്ചാൽ തമ്പുരാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് നീ വിശുദ്ധ കുർബാന നീ ആദ്യമായിട്ട് സ്വീകരിക്കുമ്പോൾ ആ നിമിഷം മുതൽ പ്രത്യേകമായിട്ട് നിന്റെ കൂടെ തമ്പുരാൻ വസിക്കുമോ? നിന്റെ കൂടെ തമ്പുരാൻ വസിക്കുകയാണ്, നിന്റെ കൂടെ തമ്പുരാൻ ജീവിക്കുകയാണ്. അച്ഛൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ പ്രാർത്ഥിച്ചത് പ്രകാരമായിരുന്നു, നീ ഇനി മുതൽ ഈശോയെ കൊടുക്കുന്ന ആളാണ്. നീ ഈശോയെ സ്വീകരിച്ച് ആ ഈശോയെയാണ് നീ കൊടുക്കാൻ പോകുന്നത്. ഈശോയുടെ സ്വഭാവമുള്ളവനായിട്ട് നീ മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മാലാഖയായിട്ട്, അങ്ങനെ ഒരു കുട്ടിയായിട്ട് നീ മാറുമ്പോൾ നിന്റെ ചുറ്റുപാടുമുള്ളവർക്കൊക്കെ നീ ഒത്തിരി അനുഗ്രഹമായിട്ട് മാറും. നിന്റെ മാതാപിതാക്കൾ രണ്ടുപേരുമുണ്ട്, ചേച്ചിയുണ്ട്, അമ്മച്ചിയുണ്ട്. നിന്റെ വീട്ടിൽ ഒത്തിരി സ്നേഹം നിനക്ക് ലഭിക്കുന്നുണ്ട്. കുറച്ചൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഇന്ന് അവർ നിന്നെ ഇത്രമാത്രം ഒരുക്കി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇത്രയും സുപ്രധാനമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നിനക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഈ മോടിപടികളൊക്കെ മാറും, ഇത്രയും ആഘോഷങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറും. പക്ഷെ ഇത് നീ ഇന്നും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലങ്കാരപ്പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ന് മുതൽ തമ്പുരാൻ നിന്റെ കൂടെ വസിക്കുകയാണ്. ഇത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു റിമൈൻഡറാണ്, നമ്മളെ എല്ലാം അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈശോ കൂടെ വസിക്കുന്നവനായിട്ട്, കൂടെ ജീവിക്കുന്ന തമ്പുരാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടെന്നുള്ളൊരു ബോധ്യമാണ് ഇന്ന് നമ്മുടെ ഈ വിശുദ്ധ കുർബാനയായിട്ട് ക്രിസ്ത്യാനിയുടെ ഈ വിശുദ്ധ ആദ്യ കുർബാന സ്വീകരണത്തിൽ നമ്മൾ ഓർപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ക്രിസ്ത്യാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ, എന്നും തമ്പുരാനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് ഇവനും വേണ്ടി കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് അഭിഷേകം കാര്യങ്ങൾ ഉമ്മച്ചിക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഈ വിശുദ്ധയിൽ പ്രത്യേകമായി ഇവിടെ നമ്മൾ സമർപ്പിക്കുകയും ചെയ്യണം.
ഈശ്വരകീർത്തിയും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗസേനകളാൽ അദൃശ്യമായി സ്തുതിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്നവനും രക്ഷന്റെ വ്യാപാരപ്രകാരം പ്രതിഭേദം കൂടാതെ യഥാർത്ഥത്തിൽ ഞങ്ങളോട് കൂടി സംസർഗം ചെയ്തവൻ മുകളിൽ ബലിയർപ്പിക്കപ്പെട്ട് നീതീകരണം ഉണ്ടാക്കുന്നവനും പരിശുദ്ധമായ രക്തം വിലാവിൽ നിന്ന് ഒഴുക്കിത്തന്ന് ലോകത്തിന് പാപപരിഹാരം നേടിയ അദൃശ്യനും അജ്ഞേയനുമായ കർത്താവിന് സ്തുതി. കണ്ടാലും വിശുദ്ധ സഭയിൽ പുരോഹിതന്മാർ വഴി അവന്റെ ശരീരവും രക്തവും ഭുജിക്കപ്പെടുന്നു. ഭക്ഷിക്കപ്പെട്ടിട്ടും ശരീരമില്ലാതാകുന്നില്ല, പാനം ചെയ്തിട്ടും രക്തം കുറഞ്ഞു പോകുന്നില്ല. സ്വർഗീയർ അവനെ സ്തുതിക്കുകയും ഭൗമികർ അവനെ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. ദൈവികമായ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്നേഹമാണോ ആരാധനയും അവന് യോഗ്യമാകുന്നു. ദിവ്യം സ്വർഗീയമായി അർപ്പിക്കപ്പെടുന്നു. നാം പ്രാർത്ഥിച്ചേർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെയും പാപങ്ങൾ മായ്ച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരെ, നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മാത്രമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായി മരിച്ചുപോയവരുടെ ആത്മാക്കളുടെ കാരണത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ചു കാരുണ്യത്തിന്റെയും മാതൃകളുടെയും പരിമഞ്ഞു അവരുടെ തളിക്കണമേ. ബൗദ്ധനാഥനമായ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരം എന്റെ കർത്താവേ, ഞങ്ങളോട് ഞങ്ങളുടെ സഹായത്തിന് ഞങ്ങളെ രക്ഷിച്ചവരുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, എന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമെന്ന് ദൈവത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയമുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും എപ്പോഴും എല്ലാ സമയത്തും സമർപ്പിക്കും. ശ്രേഷ്ഠനും കാരുണ്യവാനും സകലപൂർണ്ണവുമായ ദൈവമേ, എല്ലാം നിനക്ക് വെളിവായിരിക്കുന്നു. നീ മനുഷ്യരെ മാത്രമല്ല മാലാഖമാരുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവരും സകല രഹസ്യങ്ങളും പരസ്യമാക്കുകയും ചെയ്യുന്നവരുമാകുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ദയോടുകൂടെ വീക്ഷിക്കണമേ. തിരുമുഖം എന്നിൽ നിന്ന് തിരിക്കരുതേ. ഞാൻ അയോഗ്യനായിരിക്കുന്നു. നിന്റെ വിശുദ്ധ ബലിപീഠത്തെയും ആധ്യാത്മിക രക്തവും ചിന്തകൂടാതവുമായ ഈ ബലിയെയും സമീപിക്കുന്ന ഈ
ദാമ്പത്യത്തിനായി വെറുപ്പ് തന്നരുതേ. കർത്താവേ, ഞങ്ങൾ മനസ്സ് തിരിഞ്ഞ് നിരുമുമ്പാകെ ജീവിക്കുവാൻ ഞങ്ങളുടെ അനുതാപത്തിനായി നീ നോക്കി പാർക്കുന്നവനാണല്ലോ. നീ കാഴ്ചകളെ കൈക്കൊള്ളുന്നവരും പിതാവിന് സ്വയം കാഴ്ചയായി തീർന്നവരുമാകുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ അയച്ച പിതാവിനോട് നിന്റെ അർപ്പണം വഴി ഞങ്ങളെ അടുപ്പിച്ചു. ഈ സമയങ്ങളിലേക്ക് നോക്കിനോട് ഞാൻ അപേക്ഷിക്കുന്നു. ജീവദായകമായ രഹസ്യങ്ങളെ വിശുദ്ധിയോടെ കൂടെ കൈകൊള്ളുവാൻ തക്കവണ്ണം കാരുണ്യപൂർണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും പവിത്രീകരിക്കണമേ. നിന്റെ ശരീരം സ്വീകരിക്കുവാനായി എന്റെ കൈകൾ വടിപോടെ നീട്ടുവാൻ തക്കവണ്ണം ദയാപുരസരം എന്റെ ചിന്തകളെ നിർമ്മലമാക്കണമേ. നീ കാണുന്ന പ്രകാരം നിന്റെ ശരീരത്തെ ദർശിക്കുവാൻ എന്നിൽ വിശ്വാസം ഉളവാക്കണമേ. ആത്മീയതയാൽ നിന്നെ കാണുവാൻ എനിക്ക് കണ്ണു തരണമേ. ഞാൻ സ്വയം വിസ്മരിച്ചു, നിന്നെ മാത്രം സ്മരിക്കണമേ. എന്റെ ആന്തരികമായിരിക്കുന്ന മുമ്പിൽ നീ മാത്രം ചിത്രീകരിക്കപ്പെടണമേ. മഹോന്നതത്തിൽ നിന്ന് പരിശുദ്ധ റൂഹായി ദിവരഹസ്യങ്ങളാൽ ഇറങ്ങിവരുന്ന ഈ സമയത്ത് ഭൂമിയിൽ നിന്ന് ഞാൻ ആത്മാവിൽ സ്വർഗ്ഗത്തിലേക്ക് കരവേറുമാറാകണമേ. ഈ അമ്പതിന്റെ ശക്തി പ്രവേശിക്കപ്പെടുകയും വീര്യരൂപാന്തരം പ്രാപിച്ച് രക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് എന്റെ ജീവൻ കടത്തപ്പെടുത്തുവാനാകണമേ. എന്റെ ആത്മാവിനെയും ശരീരത്തിന്റെയും രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങൾ ഈ സമയം എന്നിൽ നിന്ന് കഴുകിക്കളയണമേ. എന്നാലോ സമ്പൂർണ്ണനും കാര്യമായ ദൈവതമ്പുരാനെ ഈ പാപപ്പെട്ടവൻ ലജ്ജയോടെ തിരിച്ചു പോകാൻ ഇടയാകരുതേ. എന്റെ കർത്താവേ, ഇവന്റെ കൈകളും കാലുകളും കൈറ്റി പുറത്തധികാരത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള വേദനാജനകമായ ശബ്ദം ഞാൻ കേൾക്കുമാറാകരുതേ. എന്റെ ബലഹീനതയിൽ എനിക്ക് കൈനീട്ടി തരണമേ. നിന്റെ കൃപയാൽ നീ എനിക്ക് വിമോചനവുമായിരിക്കണമേ. ഭയാനകരമായ മകിനിയുമായി ബലി ഞങ്ങളുടെ രക്ഷയ്ക്കും നിങ്ങളുടെ ശരണത്തോടും കൂടെ ഞങ്ങൾക്ക് മുമ്പായി നിദ്രപ്രാപിച്ചവരുടെ വീണ്ടെടുപ്പിനും നിന്റെ വാഴ്ത്തപ്പെട്ടവനും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ചിരുമായ എന്റെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും നേർക്കുള്ള നിത്യകൃത പ്രകടനത്തിന് നിദാനമായി തീരുവാൻ തിരുപുഷ്പമുണ്ടാകണമേ. ഞങ്ങൾ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സമർപ്പിക്കും.
സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവർ ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവരും തന്റെ രാജ്യത്തിൽ അവസാനമില്ലാത്തവരും ഏകകർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും വിശുദ്ധിയുള്ള ഏകോപായും കാതോലികവും സൈനികവും ഏകവും ശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരിലും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. ആമേൻ. സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിരക്കും പരിശുദ്ധാത്മാവിന് ഒഴിവുള്ള സമയത്ത് എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പരിശുദ്ധവും ദിവ്യമായ ശുഭ്രത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കരുണയുള്ള താവിനും ഭാഗ്യനാം തലവരിക്കണം. ഞങ്ങൾ പരിശുദ്ധമാപ്പോഴും എല്ലാ സമയത്തും സമർപ്പിക്കുന്നു. അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങൾ നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രചോദിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നിനക്ക് ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും വൈവിധ്യോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കൃപയെ ശ്രദ്ധിക്കണം. എന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ളവരെ സകലത്തിന്റെ വിടവനായ പിതാവായ ദൈവത്തിന് ദൈവത്തിനും സമാധാനത്തിനും അർപ്പിക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധമായ ദൈവത്തിന്റെ സംസർഗമാവാസവും
എന്റെ വാത്സല്യ ഭാഗങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലഭാഗത്ത് വിശ്രാമത്തിലായിരിക്കുന്ന ഓന്നതങ്ങളിലായിരിക്കുന്നു. ഭക്തിയോടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സൂര്യനും ചന്ദ്രനും സദാനക്ഷത്രങ്ങളും കരയും കടലും സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന അതിജാതന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും ഋഷന്മാരും സുത്തോരന്മാരും നോത്തുബിന്മാരും മോറവസന്മാരും ഹൈലവസന്മാരും അനേക കണ്ണുകളുള്ള ക്രോപന്മാരും കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പണം നടത്ത് പരിശുദ്ധൻ എന്ന് ഉച്ചത്തിൽ പാടുന്ന ചിറകുകളുള്ള ശോഭന്മാരുമായ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സൈന്യങ്ങൾ മഹത്വപ്പെടുത്തുന്നുവോ അവനെ തന്നെ നമുക്കും മഹത്വപ്പെടുത്താം. ശുദ്ധം 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 സർവശക്തൻ യഹോവ തന്നോടെ മഹിമാവാനും പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്കു വേണ്ടി തിരുവിട്ട പ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവൻ രക്ഷിക്കും അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ
സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്ത്രീകന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിനു വീഞ്ഞും വെള്ളവും കലർത്തിയ കാസയും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ വിശുദ്ധ സ്ത്രീകന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി ഇതു ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങളെ അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ അനുസ്മരിക്കുകയും ചെയ്യുകയെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണമേ.
നിന്റെ സർവ്വവ്യാപാരങ്ങളെയും ഓരോരുവരും മൗനം പ്രവർത്തിക്കുന്നവണ്ണം പ്രതിഫലം കൊടുക്കുന്നതിന്റെ സംരക്ഷകമായ രണ്ടാമത്തെ ഫലങ്ങളെയും അനുസ്മരിക്കുന്നു. ഇതിനൊപ്പം നിന്റെ സഭയും ഇടവകയും നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവ്വം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസൻ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. വാസികളുള്ളവരെ, ജീവനുള്ള പരിശുദ്ധമാകുന്ന ഉയരങ്ങളിൽ പ്രതാപത്തോടെ കൂടിയിറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവശ്യത്തെ ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം പ്രതിജ്ഞാകുന്നു. നിങ്ങൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. ഉത്തമരുളണമേ കർത്താവേ, ഉത്തമരുളണമേ കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. പരിശുദ്ധമാവാസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. ആമേൻ. പവിത്രാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഞങ്ങളുടെ ആത്മാക്കളും ശരീരവും സ്വീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ പരിശുദ്ധാത്മാവെപ്പോഴും എല്ലാ സമയത്തും സമർപ്പിക്കുന്നു. ദൈവത്തിലെ സഭകളെ ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവിനൊപ്പമാർക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലമുറ പിതാവുമായ ഭാവായിക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരൻ ആബുദ്രാബോലിക്കായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരൻ ആബുദ്രാബോലിക്കായ്ക്ക് വേണ്ടിയും ആബുദ്രാബോലിക്കായ്ക്ക് വേണ്ടിയും പ്രത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ശമാശന്മാർ ദയരായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിൽ ശാന്തിയും സമാധാനവും
അഖിലേന്മാർക്ക് ആശ്വാസപൂർണ്ണ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന വേദനീശന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസിച്ചാലുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലുമായിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ കൽപ്പിക്കുന്ന ആദ്യഫലങ്ങളും സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞാൻ പരിശുദ്ധാത്മാവിൽ എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അസുഖങ്ങളുടെയും ശത്രുക്കളുടെയും മാധ്യമത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾക്ക് ഇപ്പോഴും എല്ലാ സമയത്തും സമർപ്പിക്കും. ഭാഗ്യവതിയും ഭാഗ്യവതിയും മാതാവുമായ മറിയാമേയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും ദിവ്യന്മാർ സ്നേഹന്മാർ സഹോദരന്മാർ മോദ്യന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹികവും ഏകവുമായ വിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട അൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മപ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങളിൽ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിലനിൽക്കുന്ന ഏകജാതനും പരിശുദ്ധാത്മാവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസത്തിൽ മരിച്ച് നമ്മളിൽ ഭയപ്പെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാൻ നമ്മെയും അവരെയും സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച 3 പ്രാവശ്യം കുരിയലായിസോൻ ചൊല്ലണം.
ശരീരങ്ങളായിരുന്നേ പുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനം ലഭിക്കുവാനായി അവൻ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോടുകൂടാതെ തിരുമുടിയിൽ നേടുപോലും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. ദൈവമേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചനവുമായിരിക്കണമേ. സർവ്വാദരണീയവും സംഭൂജ്യവുമായ നാമം ഞങ്ങളുടെ കർത്താവിശുവിശുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ ഞങ്ങളും മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ വാത്സല്യഭാജനങ്ങളെ, നിങ്ങളെല്ലാവരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ വായുകളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും
നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഭസ്മായോ ആയിരിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് പരിശുദ്ധാത്മാവിനെപ്പോഴും എല്ലാ സമയത്തും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങളെ എല്ലാവരെയും ആസ്വദിക്കണമേ. ശരീരത്തിലും വിശുദ്ധിയോടെ കൂടി പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ മുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോട് കൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയില്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമായിരിക്കുന്നതുമായ പരിശുദ്ധത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാർത്തകളിലെ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാം സൂക്ഷിക്കണം. വിശുദ്ധിയിൽ വെളിപ്പോലവർക്ക് നൽകപ്പെടുന്നു. ലോകത്തെ സൃഷ്ടിച്ച പിതാവ് നമ്മോട് കൂടെ തന്റെ തിരുവേലിയുടെ സുന്ദരങ്ങളായി അതിനെ രക്ഷിച്ച പരിശുദ്ധനായ നമ്മോട് കൂടി.
പരിശുദ്ധനായ യഹോവ നമ്മോട് കൂടെ. സ്തുതിയോട് രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ വല്ലഭാവി രാജഭാവി Maria,
നിങ്ങൾ ഉണർന്നിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും താരേ നിൻ കൃപയിൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവം തമ്പുരാനെ പാപപരിഹാരപ്രദമായ നിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസനിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറുന്നവേ ഞങ്ങളുടെ കർത്താവും ദൈവമേ അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെ പ്രസംഗിക്കുവാൻ നിന്റെ തിരുശരീരവും പുണ്യപ്പെടുത്തുന്ന തിരുരക്തം സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സമൂഹത്തെ നമ്മുടെ രക്ഷകനായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും ഇത് ഉൾക്കൊള്ളുമാറാകട്ടെ.
പരിശുദ്ധത്തിന്റെ ഹൃദയമാർഗങ്ങളും എന്റെ വാസലിന്റെ ഭാഗങ്ങളെ നിങ്ങളെല്ലാവരുടെ സമൂഹം സ്വീകരിക്കാനായിട്ട് മുന്നോട്ട് വരിക. you
സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ തിരുശരീരവും പാനം ചെയ്ത പുണ്യപ്രദമായ ദിവ്യത്വവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളെല്ലാവരുടെ അനുഗ്രഹം ചൊരിയണമേ. സന്തോഷായ വാർത്തയും മനുഷ്യരോട് നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളും പരിശുദ്ധമാകണം ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കരുണിക്കണം. മനുഷ്യവർഗത്തെ രക്ഷിക്കുകയും അവതരിച്ച സർവ്വവല്ലഭനും ക്രിസ്തീയനുമായ ദൈവമേ, ദയയോടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനുമായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്തോത്രം ഞങ്ങൾ ഏവരുമങ്ങേ ഈടുമെന്നും നിത്താതെന്നും റുക്കുദിശായ്ക്കും സ്തുതി പാടിയിടും. നിത്യയുഗാത്തും കൈക്കൊണ്ടോരാ ഞങ്ങളെ നാഥ, ദുഷ്കൃതമഖിലം നീക്കി സദയം പാലിക്കേണമേ. ദൈവമേ, പരമോന്നതനേ, സ്ഫടികരഥസ്ഥാ നീയൊരുവൻ മരണവിഹീനൻ യേശു ക്രിസ്തു തിരുബലി കൈക്കൊള്ളണമേ. യോബ് സുമലമേ ദാവീദരജൻ അർപ്പിച്ചതുപോ
കർത്താവിന്റെ പൗരവിഹാരപ്രദമായ ഈ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടെ യാത്രാക്ഷത്തോടുകൂടി പരിശുദ്ധ തത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞാൻ നിങ്ങളെ ഫലിപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥ സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള സ്ത്രീമായാൽ ലഭിച്ചത് വിശുദ്ധ മുഹമ്മദ് ഈ തത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ വാങ്ങിപ്പോയ ദാസരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ സഹായവും പ്രാപിക്കുവാനാണ് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോവുകയും എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും സ്നേഹമുള്ള ക്രിസ്ത്യാനി പ്രിയ മാതാപിതാക്കളെ, വന്നു ചേർന്നിരിക്കുന്ന ബന്ധുക്കളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഇടവകയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ക്രിസ്ത്യാനിയുടെ അത്യുൽപാദന സ്വീകരണം ഞങ്ങൾക്ക് ഇടവകയ്ക്ക് ഇരട്ടി മധുരമാണ്. കാരണം ഇടവകയുടെ തിരുനാളിൻ്റെ കൊടിയേറ്റ് ഇന്ന് രാവിലെ പരിശുദ്ധ കുർബാനയിലൂടെ ഇവിടെ നടത്തപ്പെട്ടു. തുടർന്നുള്ള ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരനുഭവമാണ് ഈ പരിശുദ്ധ കുർബാനയിൽ പ്രിയപ്പെട്ട ക്രിസ്ത്യാനി ആദ്യമായി ഈശോയെ നൽകുവാൻ സാധിച്ചത്. പ്രിയപ്പെട്ട റോബിനച്ചൻ, പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കുര്യാക്കോസ് കർക്കടച്ചൻ, ഏറെ സന്തോഷത്തോടെ ഈ കൂട്ടായ്മ നടത്തുന്ന റീസച്ച് ഒത്തിരി സന്തോഷമുണ്ട്. ഇനി ഞങ്ങൾക്ക് നമ്മുടെ കൂട്ടായ്മയിൽ പ്രകാരമുള്ള അനുഭവം സമർത്ഥമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഒരുപാട് സഹനം ത്യാഗമൊക്കെ എടുത്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ശുശ്രൂഷയിലേക്ക് ഉദാസീന ശക്തമായ ഈ ദീപിക ഈശോയെ സ്വീകരിക്കുന്ന അനുഭവത്തിലേക്ക് ഒരുങ്ങുന്നത്. പ്രിയപ്പെട്ട വിമല സിസ്റ്റർ, പ്രിയപ്പെട്ട അഞ്ജലി, പ്രിയപ്പെട്ട ജോസ്, ഇതൊക്കെ നന്നായിട്ട് നമുക്ക് വേണ്ടി നടത്തി. പ്രിയപ്പെട്ടവരുള്ള നന്ദി ഞാനിപ്പോൾ എല്ലാവരുടെ പേരിൽ കുടുംബത്തിൽ അറിയിക്കുന്നു. നമ്മുടെ എല്ലാവരും ഇതിന് ശേഷം ഇവിടെ താഴെയാണ് നമ്മുടെ ക്രിസ്ത്യാനികളുടെ റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ പ്രിയപ്പെട്ട ക്രിസ്ത്യാനി മുന്നോട്ട് വരിക, മാതാപിതാക്കൾ മുന്നോട്ട് വരിക, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ആർക്കെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ കൂടാതെ ആവശ്യമെങ്കിൽ അതിനുള്ള ഉയർന്നുകൊണ്ട്